ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാലക്കുടിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മണിപ്പാർക്കിൽ പോയ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ സാധാരണ മണിപ്പാർക്കിൽ ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. ഇന്നിപ്പോൾ പോയത് മെയിനായിട്ട് ഷാനൂട്ടിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഈ മണ്ണിലൊക്കെ ഒന്ന് കളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിപ്പോൾ മണ്ണൊന്നും ഇല്ല. എല്ലാവരും ഇപ്പോൾ ടൈലും ഒക്കെ മുറ്റമൊക്കെ ഇട്ട് കാരണം കൊച്ചിന് കളിക്കാനൊന്നും സ്ഥലമില്ല. അപ്പോൾ അവനൊരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടി മാത്രം നമ്മൾ പോയൊരു പോക്കാണ്. അപ്പോൾ പോയപ്പോൾ അവൻ ഇച്ചിരി കൂടെ വലുതാവണം അതിലുള്ള ഇതുകളിലൊക്കെ ഇരിക്കണമെങ്കിൽ. ആകെ കറങ്ങണയിൽ മാത്രമാണ് അവന് ഇരിക്കാൻ പറ്റിയ സംഭവം ഉള്ളൂ. അത് നമ്മൾ പിടിക്കണം. പക്ഷെ അവൻ അതിലൊന്നും താല്പര്യമില്ല. അവൻ ഇതുപോലെ ഇതിൽ കയറുക, ഊഞ്ഞാലാടുക, ഇതൊക്കെയായിരുന്നു അവൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ്. പിന്നെ ഒരു പറ്റിയത് നമ്മൾ ട്രൗസർ ഇട്ടിട്ടാണ് പോയത്. ശരിക്കും പാൻറ് ഇട്ടെങ്കിൽ ആൾക്ക് കുറച്ചും കൂടെ ഒന്ന് ഇതാവായിരുന്നു. ഇത് അതിൽ പലതും പൊട്ടിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അവൻ ഒറ്റയ്ക്കും അങ്ങനെ വിടാനൊന്നും പറ്റാത്തൊരു ഇതായിരുന്നു കേട്ടോ. കുറേ നേരം ആൾ അങ്ങോട്ട് കയറും, അത് കഴിഞ്ഞ് ചേട്ടൻ പിന്നെ ഇരുത്തി ഒന്ന് ഒഴുകും, അത് കഴിഞ്ഞ് വീണ്ടും കയറും. ഇതൊക്കെ തന്നെയായിരുന്നു. വേറെ പ്രത്യേകിച്ചൊന്നും കുട്ടിക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഈ ഒരു സന്ധ്യ നേരത്തെ പോയത്. നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല സന്ധ്യ നേരം നോക്കിയാണ് പോയത്. നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ വർഷങ്ങൾക്ക് മുന്നേ 2022 അവിടെ ലാസ്റ്റ് പോയത്. പക്ഷെ അന്നൊക്കെ കുറച്ചും കൂടെ നല്ല കണ്ടീഷനായിരുന്നു കളിക്കുന്ന സാധനങ്ങളൊക്കെ. ഇപ്പോൾ കുറച്ചും കൂടെ ഡാമേജ്ഡ് ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരുപാട് നമ്മളിപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പല അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കേട്ടോ. അതും പറയാണ്ടിരിക്കാൻ വയ്യ. ഒരുപാട് പേര് എക്സസൈസ് ചെയ്യാനും അതുപോലെ തന്നെ ജോഗിങ്ങിനൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. നല്ലൊരു അന്തരീക്ഷം തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവൻ ഊഞ്ഞാലൊക്കെ ആടി അത് ഞങ്ങൾ തിരിച്ച് പോവാണ്. അപ്പോൾ പോകുന്ന സമയത്ത് എനിക്ക് ശ്രദ്ധയപ്പെട്ടത് ഇതുപോലെ ഇപ്പോൾ നാട്ടിൽ ചെന്നപ്പോൾ കണ്ട മെയിൻ കാര്യമാണ് ഒരുപാട് പ്ലാസ്റ്റിക് ബോട്ടിൽ ഇടാനായിട്ട് ഇതുപോലെ വേസ്റ്റ് ബിന്നുള്ളത്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്ക് ബിന്നിലിടണമെന്ന് തോന്നിയാലും ബിന്ന് കാണാറില്ല എങ്ങനെ നോക്കുമ്പോഴും. പക്ഷെ ഇത് പല സ്ഥലത്തും കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ചിക്കിങ്ങിലാട്ടോ പോയത്. ചിക്കിങ്ങിൽ പോയപ്പോൾ അവന് ഫസ്റ്റ് തന്നെ ഈ വണ്ടിയുമ്മ പിടിച്ചു. അപ്പോൾ ഓൾറെഡി നമ്മൾ ഓർഡർ ചെയ്ത് വരണ വരെ അവന് ഈ വണ്ടിയുമ്മ നല്ല കളി തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അവൻ്റെ സൈസിന് പറ്റിയ നല്ലൊരു വണ്ടിയായിരുന്നു. നമ്മൾ വീട്ടിൽ വാങ്ങിച്ച സൈക്കിളൊക്കെ അവന് വലുതാണ്, അവനത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് അവന് നല്ല പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു. അപ്പോൾ അച്ഛൻ അവിടെ ബില്ലടിക്കാനൊക്കെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആൾ നോക്കും അച്ഛൻ വന്നോ. ആൾക്കറിയാം സാധനം എത്തി കഴിഞ്ഞോ എന്നാണ് ഈ നോക്കണേ. സാധനം എത്തിയ ആൾക്കറിയാം. ആൾക്ക് ചിക്കിങ്ങിൻ്റെ ഫേവറേറ്റ് സാധനങ്ങളും ആളുടെ മെയിൻ പ്ലേസാണ് ചിക്കിങ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു കുഞ്ഞൊരു വീടൊക്കെ ഉണ്ടായിരുന്നു, പ്ലേ ഹൗസ് പോലെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കളിച്ച് അതിൻ്റെ ഉള്ളിലും ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവ മാത്രമേ ഒരു കുട്ടിയായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവനെല്ലാം നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഈവനിങ് ഞങ്ങൾ ഫുള്ളി ഡെഡിക്കേറ്റഡ് ടു ഷാനൂട്ടനായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഫുഡൊക്കെ വന്ന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു നല്ലതായിട്ട് എൻജോയ് ചെയ്തൊരു ഡേ തന്നെയായിരുന്നു കേട്ടോ ഒന്ന്.